السلام عليكم ورحمة الله وبركاته. الحمد لله الذي بنعمته يتم الصالحات، ومن هو فضله تتنزل الخيرات والبركات. نحمده ونستعينه ونستهدي ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له، له الملك وله الحمد وهو على كل شيء قدير. سنا بخير كتابنا أنزلا، وأكرمنا خير نبي أرسلا، وجعلنا خير أمة أخرجت للناس، تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. ونشهد أن سيدنا وحبيبنا وقائدنا وأسوتنا ومعلمنا محمدا عبده ورسوله، أرسله بالهدى ودين الحق، بلغ الرسالة وأدى الأمانة ونصح الأمة، وصلى الله وسلم تسليما كثيرا. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. وأزلفت الجنة للمتقين غير بعيد، هذا ما توعدون لكل يواب حفيظ. من خشي الرحمن بالغيب وجاء بقلب منيب، ادخلوها بسلام ذلك يوم الخلود. لهم ما يشاءون فيها ولدينا مزيد. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقهوا قولي. كان السلف يبقون 6 أشهر بعد رمضان يسألون الله القبول. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله، الله أكبر، الله أكبر ولله الحمد. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും 30 അല്ലെങ്കിൽ 29 ദിനരാത്രങ്ങൾ പിന്നിട്ടുകൊണ്ട് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അനർഘമായ നിമിഷങ്ങളിലൂടെ ഈദുൽ ഫിത്തർ എന്ന മഹത്തായ പരിശുദ്ധ റമദാനിൻ്റെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള ആഘോഷത്തിൽ ഒരിക്കൽ കൂടി സമാഗതമാകുവാൻ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമുക്കൊക്കെ സാധിച്ചു. അൽഹംദുലില്ലാ. കുളിച്ച് പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം പൂശി പരസ്പരം സലാം ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഈദ് മുബാറക് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും വമിൻ സാലിഹിൽ അഅമാൽ എന്ന അഭിസംബോധനകൾ നിർവഹിച്ചുകൊണ്ട് ഇന്ന് നാം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമതായി നാം ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള ഇബാദത്തിൻ്റെ സ്വീകാര്യത എന്നുള്ളത് അതിൻ്റെ സമാപനത്തിലാണ്. ആദ്യത്തെ 10 നടുവിലത്തെ 10
പല ആളുകളും വളരെ ഗംഭീരമായി നിലനിർത്തി. എന്നാൽ അവസാനത്തെ 10 പല ആളുകളുടെയും ഈമാൻ ദുർബലമായി, ആഫിയത്തിന് ക്ഷതമേറ്റു, ഉന്മേഷം നഷ്ടപ്പെട്ടു, കസില് മടി കൂടി. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പഴയതുപോലെ ആളുണ്ടായിരുന്നില്ല എന്ന് അവസാനത്തെ 10 കണ്ടവരും അതിൽ സന്നിഹിതരായ ആളുകൾക്കും അത് മനസ്സിലാകും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതും കഴിഞ്ഞ് ഇനി നമുക്കുള്ളത് അതിൻ്റെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഈദുൽ ഫിത്റാണ്. ഇത് അതിൻ്റെ അവസാനത്തെ ഈ പാക്കേജിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു കർമ്മത്തിൻ്റെ സ്വീകാര്യത അതിൻ്റെ അവസാനത്തിലാണ് എന്നതുകൊണ്ട് നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതാണ് ഒന്നാമത്തെ ഈദുൽ ഫിത്റിന്റെ സന്ദേശം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുമ്മ അജ്അൽ ഖൈറ അയ്യാമി യൗമ അൽഖാക്. അല്ലാഹുവേ ഇജ്അൽ ഖൈറ അയ്യാമി, എൻ്റെ ദിവസങ്ങളിൽ നീ ഏറ്റവും നല്ല ദിവസമായി നീ എനിക്ക് നൽകണം. ഏത്? യൗമ അൽഖാക്, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം. നമ്മുടെ ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസമാകണം. അതേപോലെ തന്നെ ഖൈറ ഉംരി അവാഖിർ, എൻ്റെ വയസ്സിൽ ആയുസ്സിൽ ഏറ്റവും നല്ലത് അവസാനത്തെ സമയമാക്കണം. വഖൈറ അമലി ഖവാതിം, എൻ്റെ അമലുകളിൽ ഏറ്റവും നല്ലത് അവസാനത്തേതാകണം. അപ്പോൾ അവസാനത്തെ സമയം അത് നന്നാകണം. കാരണം എന്താ? അവിടുന്ന് അങ്ങോട്ട് പിന്നെ അള്ളാഹുലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എവിടെ വെച്ച് എപ്പോൾ ഏത് രൂപത്തിൽ മരിക്കുമ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഒരു ഓർമ്മയിൽ, ചിന്തയിൽ, ഒരു അന്തരീക്ഷത്തിൽ മരിച്ചു പോകണം. കാരണം ഇന്നമാ തഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്നാണ് അമലുകൾ സ്വീകരിക്കുക എന്നതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖിനാൽ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് 2 ആഘോഷങ്ങളാണ്. ഇന്നല്ലാഹ ഖദ് അബദ ലക്കും ബിഹിമാ ഖൈറൻ മിൻഹാ യൗമൽ അദ്ഹാ വ യൗമൽ ഫിത്ർ. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹു തആല നിങ്ങൾക്ക് 2 ആഘോഷങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് യൗമൽ ഫിത്ർ അഥവാ റമദാനിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നാം ഇന്ന് ആഘോഷിക്കുന്ന ഈദുൽ ഫിത്ർ. വയൗമുൽ അദ്ഹ, പരിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബലിപെരുന്നാൾ. ഇത് രണ്ടുമാണ് നമുക്കുള്ള ആഘോഷം. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് സമൂഹത്തിന് വലിയ വിലയില്ല. കൂടുതൽ ആഘോഷങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത പല ഉറൂസുകൾക്കും, അതുപോലെ തന്നെ പ്രവാചകന്റെ പേരിലുള്ള ബിദ്അത്തായ റബീഉൽ അവ്വൽ ആഘോഷങ്ങൾക്കും, അതേപോലെ തന്നെ മുഹറം ആഘോഷങ്ങൾക്കും ഒക്കെ ആയിട്ടാണ് സമുദായം ഇന്ന് കാണുന്നത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ 2 സുന്നത്താണ്. എന്നാൽ ഇന്ന് നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ ഒരു ഈദിന്റെ കൂടെ മറ്റൊരു ഈദും കൂടെ കടന്നു വന്നിരിക്കുകയാണ്. അതേതാണ്? ഇൻഷാ അല്ലാഹ് ഈ നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞ് നമ്മൾ വെള്ളിയാഴ്ച ജുമുഅ എന്ന് പറയുന്ന ഏറ്റവും പ്രതിഫലാർഹമായ ഈദ്, ആ ഈദിലേക്കും നമ്മൾ സന്നിഹിതരാകണം. ഇതിന് പങ്കെടുത്തവർക്ക് അത് നിർബന്ധമില്ല എന്ന ഫഖീഹായ ചില മസ്അലകളെ പണ്ഡിതന്മാര് വല്ലാതെ ചവിട്ടി വലിച്ച് ആളുകൾക്ക് ഒരു ഏണി വെച്ചു കൊടുത്തത് കൊണ്ട് പല ആളുകളും വിചാരിച്ച എന്താരോ, ഇന്ന് പെരുന്നാൾസ്കാരം കഴിഞ്ഞ് പോയി കഴിഞ്ഞ് വെള്ളിയാഴ്ച പള്ളിക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, ജമാഅത്തിൽ തന്നെ വരണ്ട എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ലൂറ് ഒറ്റക്ക് വരി നിസ്കരിച്ചാലും മതി എന്ന് പറഞ്ഞവരുണ്ട് എന്ന് വരെ അനാവശ്യമായ ചർച്ചകൾ വലിച്ചു കൊണ്ടുവരികയാണ്. ആമിയായ ജനങ്ങളുടെ മുമ്പിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു മസ്അല ചർച്ച ചെയ്യേണ്ട ആവശ്യം? അതൊക്കെ കിതാബ് തിരിയുന്ന മുതഅല്ലിമീങ്ങളുടെ മുമ്പിൽ ദർസിൽ പഠിപ്പിച്ചു കൊടുത്ത് അവരത് പക്വതയോടുകൂടി സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അതല്ലാതെ ഒറ്റടിക്ക് അങ്ങനത്തെ ഒരു എക്സ്റ്റംഷൻ കൊടുത്താൽ ആളുകൾ ദീനിൽ നിന്ന് ബഹുദൂരം അകന്നു പോകും എന്ന് ആമുഖത്തിൽ തന്നെ ഓർപ്പിച്ചുകൊണ്ട് പറയുന്നു, ഫി യൗമിൽ ജുമുഅത്തി, യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസമുണ്ടല്ലോ, ആ യൗമുൽ ജുമുഅ എന്ന ഇബാദത്തുണ്ടല്ലോ, അത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത് കേവലം ഒരു നിസാരമായ ഇബാദത്തല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അസ്സല യൗമുൽ ജുമുഅത്തി
പിന്നെ ഒരാൾ വെള്ളിയാഴ്ച ദിവസം കുളിച്ചുകൊണ്ട് വഅതസല, അയാള് കുളിച്ചുകൊണ്ട് വബക്കറ വബ്തകറ, അയാള് സുഗന്ധം പൂശി തലയിൽ എണ്ണ പുരട്ടി അങ്ങനെ അയാൾ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വമശാബലം ഇറക്കബ്, വാഹനത്തിൽ കയറാതെ അയാൾ വെള്ളിയാഴ്ച നടന്നു വന്നു കഴിഞ്ഞാൽ വദനാമിനൽ ഇമാമി ഫസ്തമഅ വലം യൽഅ, അയാൾ പള്ളിയിൽ വന്ന് വലതു ഭാഗത്ത് മുന്നത്തെ സഫിൽ വന്നിരുന്ന് ഉറങ്ങാതെ ഉന്മേഷം നഷ്ടപ്പെടാതെ ജുമാ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ കാനലഹു ബികുല്ലി ഖത്വത്തിൻ അമലി സനതി അജ്റു സിയാമിഹാ വഖിയാമിഹാ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അയാൾക്കുള്ള പ്രതിഫലം എത്രയാണ്? ഒരു വർഷത്തെ നോമ്പെടുത്ത പ്രതിഫലമാണ്, ഒരു വർഷത്തെ നമസ്കാരം നിർവഹിച്ച പ്രതിഫലമാണ്. അപ്പൊ ഇതിനെ ഒരു സുന്നത്തായ ഈദിൽ പങ്കെടുത്താൽ അവർക്ക് നിർബന്ധമല്ല എന്നും പറഞ്ഞിട്ട് അലുവ തിന്നുന്ന ലാഘവത്തോടു കൂടി ആരെങ്കിലൊക്കെ നിസാരാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാർ അങ്ങനെ ചെയ്തോട്ടെ. നമ്മള് മുഅ്മിനീങ്ങള് സലഫികളാണ്, നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രമാണങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സുന്നത്ത് പോലും നഷ്ടപ്പെടാൻ പാടില്ല, ഒരു ഫർള് പോലും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് രോഗികളായ ക്ഷീണിച്ച് തളർച്ച എന്തെങ്കിലുമൊക്കെ വന്നിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം വരാൻ പറ്റാത്തതാണ് ഓൽക്ക് ഓതറുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത് എവിടെയാണ്? മലഞ്ചെരിവുകളും വാദികളും താണ്ടി ദൂരെ നിന്ന് വരേണ്ടവരാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ നിർവഹിക്കും, നിങ്ങൾക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞത് അതാണ്. ഇത് 250 മീറ്റർ അപ്പുറത്ത് 4-5 പള്ളിയുള്ള നമ്മള് ആ ഉദറും പറഞ്ഞാണ് പെരിയിൽ ടി വി ഇരുന്നാല് കുടുംബത്തിക്ക് യാത്ര പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നാം അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ പെരുന്നാൾ സുദനത്തിന്റെ ദിവസങ്ങളിൽ ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ നമ്മുടെ ചിന്ത, ഖദ് അഫ്ലഹ മൻ തസക്ക, ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബി ഫസല്ല, ഖദ് അഫ്ലഹ മൻ തസക്ക. ഒരു മാസക്കാലം നമ്മൾ തസ്കിയത്തിലായിരുന്നു, സംസ്കരണത്തിലായിരുന്നു. അഥവാ ഒരു തഖ്വയുടെ 30 നില ബിൽഡിംഗ് പടുക്കുന്ന പണിയായി നമുക്ക് അല്ലേ. ഈ വർഷം നമ്മൾ 29 നില പടുത്തു, അൽഹംദുലില്ലാഹ്. ഈ 29 നില നമ്മൾ തഖ്വയുടെ നിലയാണ്, തഖ്വയുടെ ഫ്ലാറ്റാണത്. ഈ ഫ്ലാറ്റ് ശവ്വാലിന്റെ അമ്പിളിക്കലയോട് കൂടി ബോംബ് വെച്ച് തകർക്കാൻ പാടില്ല. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ, എണ്ണപ്പാടങ്ങൾ, കോൺസുലേറ്റുകൾ, മനുഷ്യർ താമസിക്കുന്ന വീടുകൾ, സൈനിക കേന്ദ്രങ്ങൾ എല്ലാം ഇന്ന് തീയിട്ട് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യ ലോബികളും ഇസ്ലാമിന്റെ ബദ്ധപേരികളായ ഷിയാക്കളും തമ്മിൽ. ഇതിൽ ബുദ്ധിമുട്ടുന്നത് മുസ്ലിം സമുദായമാണ്, ഇസ്ലാമിക രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പരീക്ഷണമാണ്, നമുക്കും ഒരു ഫിത്തനയാണിത്. ലോകാവസാനത്തിന് അടയാളങ്ങളിൽപ്പെട്ട ഒരു മുസീബത്ത് ബലാലുമാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, അങ്ങനെ തകരുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ബിൽഡിംഗ് പടുത്തുയർത്താൻ 30 നില ഫ്ലാറ്റ് ഉണ്ടാക്കാൻ എത്ര മെറ്റീരിയൽസ് വേണം, എത്ര പണിക്കാരുടെ സമയം വേണം, എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വേണം. അതൊറ്റ ബോംബ് കൊണ്ടാണ് തകർക്കുന്നത്. ഈ പണി നമ്മൾ റമദാനിന് ശേഷം എടുക്കരുത്. 30 നില ബിൽഡിംഗ് അല്ലെങ്കിൽ 29 നില ബിൽഡിംഗ്, തഖ്വയുടെ ബിൽഡിംഗ് നമ്മൾ പടുത്തു, അൽഹംദുലില്ലാഹ്. അത് നമ്മൾ പെരുന്നാള് ഈദ്ഗാഹ് പിരിനോട് കൂടി ഒരു ബോംബ് വെച്ച് തകർക്കുന്ന പോലെ തകർക്കാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, കയറ് പിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഉദാഹരണം, കയറങ്ങനെ പിരിച്ച് അത് കയറാക്കി വന്ന് പിന്നെ വൈകുന്നേരമാകുമ്പോൾ അത് വീണ്ടും കൊട്ടയിക്കുക. നാരായണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞൊരു കഥ കേട്ടിട്ടില്ല നിങ്ങള്? ആരോഗ്യമുള്ള നാരായണത്ത് ഭ്രാന്തൻ ബുദ്ധിയില്ലാത്തവനാണ്. വലിയൊരു പാറക്കല്ല് മലയുടെ മുകളിലേക്ക് തള്ളി കയറ്റുമത്രേ. രാവിലെ മുതൽ സാഹസപ്പെട്ട് വൈകുന്നേരം വരെ അത് കയറ്റി സന്ധ്യാസമയമാകുമ്പോൾ ആ പാറക്കല്ല് താഴേക്ക് ഉരുട്ടിയിടും. അത് കണ്ട് പല ആളുകളും പറയും, എന്തൊരു വിഷമാണ്, ഈ പണിയാണ് പല ആളുകളും ഇനി എടുക്കാൻ പോണത്. പിശാചെന്ന നമ്മുടെ മുഖ്യശത്രു നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ദുർബോധനങ്ങളും ദുഷ്പ്രവർത്തനങ്ങളുമായി കടന്നു വരുമ്പോ സംസ്കരിച്ച നമ്മുടെ തഖ്വയുണ്ടല്ലോ, ഹൃദയമുണ്ടല്ലോ, അതൊരിക്കലും പിശാചിന്റെ ദുർബോധനത്തിൽ വിട്ടുകൊടുക്കരുത്. അല്ലാഹുവിന്റെ മഖാമിനെ ഭയപ്പെട്ടുകൊണ്ട് ദേഹത്തെ ആര് നിയന്ത്രിക്കുന്നുവോ അവർക്കുള്ളതാകുന്ന സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് തഖ്വയാണ്. റബ്ബേ, ഞങ്ങളിൽ നിന്ന് ഈ അമലുകൾ നീ സ്വീകരിക്കണേ എന്ന ഒരു ബേജാറോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. ഖലീൽ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന മകനെ കൂട്ടി പ്രാർത്ഥിച്ചത് എന്താണ്?
റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇത് തന്നെയാണ് നമ്മുടെ ദുആ. റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ വറുകൂഅനാ വസുജൂദനാ വസദഖാതിനാ യാ അർഹമർ റഹീമീൻ. ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങളുടെ സ്വതക്ക, ഞങ്ങളുടെ തറാവിയ്, ഞങ്ങളുടെ നോമ്പ് തുറക്കൽ, നോമ്പ് തുറപ്പിക്കൽ, ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായത് രാവിലെ മുതൽ ഉദയം അസ്തമയം വരെ അന്നപാനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ വചകിന് വേണ്ടി ഞങ്ങൾ ദേഹത്തെ പിടിച്ചു വെച്ചത് സ്വീകരിക്കണേ അല്ലാ. ഒന്നാമത്തെ ദുആ ഇന്നതായിരിക്കണം. എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ. രണ്ടാമത്തതോ, നാം തിന്മകളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഇതാ പെരുന്നാളോടുകൂടി കടന്നു വരികയാണ്. കാരണം റമദാൻ മാസത്തിന്റെ ബർക്കത്ത് അല്ലാഹു തആല ഈ പെരുന്നാളോടുകൂടി ഊരിയെടുക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ ഈ വരുന്ന 11 മാസം പ്രിയമുള്ളവരെ അല്ലാഹു തആല പ്രത്യേകം ഒരിക്കലും തന്നെ ഒരു ഓഫർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? നിങ്ങൾ നിങ്ങളുടെ കൽബിനെ തിന്മയിലേക്ക് പോകാതെ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ മസ്തതഅതും. നിങ്ങൾ സാധിക്കുന്ന റബ്ബത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണേ. കാരണം റമദാനിൽ നമ്മെ കണ്ട, നമ്മെ നിരീക്ഷിക്കുന്ന, നാം ഭയപ്പെട്ട അതേ അള്ള തന്നെയാണ് ശവ്വാലിലും ദുൽഖഅദിലും ദുൽഹജ്ജിലും മുഹറത്തിലും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് അള്ളാഹിന്റെ CCTV-കൾ, അള്ളാഹുവിന്റെ ക്യാമറ കണ്ണുകൾ, അള്ളാഹു തആല എഴുതാൻ ഏൽപ്പിച്ച മലായിക്കത്തുകൾ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഉണ്ട് എന്ന ബോധം ഈ സമയത്ത് നമുക്ക് പ്രത്യേകം വേണം. അതാണ് ഖുർആൻ പറഞ്ഞത്, എന്ത്? ഖലഖൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു.